വെയിലേറ്റ കരിവാളിപ്പും അതുപോലെ ഒരു ഡൾനെസ് ഉണ്ടാവുക ഫേസിൽ, ഇതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് ടീനേജേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മുഖക്കുരു വരുന്നുണ്ടെങ്കിൽ അത് മാറ്റാനും ഈ ഒരു ട്രിക്ക് അടിപൊളിയായിട്ട് വർക്കാവും. അതുപോലെ തന്നെ നമുക്ക് ചുളിവുകളുണ്ട്, ഏതൊരു പ്രായക്കാർക്കും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിലും ഇതൊരു 1 സ്റ്റെപ്പ് റെമഡിയാണ്. സോ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല, സ്കിൻ കൺസേൺസ് ഒന്നും ഇല്ലെങ്കിലും സ്കിന്നിനെ നറിഷ് ചെയ്യാനായിട്ട് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനും കണ്ടു നോക്കണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ കുട്ടി യൂട്യൂബ് ഫാമിലി. സോ ആദ്യം തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഒരുവിധം എല്ലാ പ്രശ്നത്തിനുള്ള ഒരു 1 സ്റ്റെപ്പ് സൊല്യൂഷനാണ്, വേറെ ഒന്നുമല്ല, നമ്മുടെ അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് ഇതുപോലെ നമ്മൾ ചെടിയിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു ഗ്രീൻ കളറിലുള്ള സ്കിന്നുണ്ടല്ലോ അതൊക്കെ കളഞ്ഞതിന് ശേഷം ആ ഒരു വെള്ള കളർ ജെല്ല് പോലത്തെ സംഭവം അതെടുത്ത് മിക്സിയിലിട്ട് അടിക്കുക. അത് മാത്രമായിട്ടാണ് അടിക്കുന്നതെങ്കിൽ പോലും ചെറിയൊരു ഗ്രീൻ ടിൻറ്റ് ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിങ്ങനെ ആവശ്യത്തിന് എടുക്കുക. ഇതുപോലെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി. ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 2 വീക്സ് ഒക്കെ നമുക്കിത് നന്നായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഒന്നും ഇല്ലാതായി പോകുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. മേ ബി വേപ്പറൈസ് ആയി പോകുന്നത് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഒരുപാട് നാൾ വെച്ചിരിക്കുമ്പോഴാണ്. 1-2 ആഴ്ചയൊന്നും അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവാറില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ വയ്ക്കുക. ഇനി കൂടുതൽ അലോവേര ജെല്ല് കിട്ടും എന്നുള്ളവരാണെങ്കിൽ കൂടുതൽ നാൾ നിങ്ങൾക്ക് വെച്ചിരിക്കാം. ഇതുപോലെ ഐസ് ക്യൂബ്സ് ആക്കിയതിന് ശേഷം അതൊരു സിപ്ലോക്ക് ബാഗിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിനെ ഫ്രീസറിൽ സൂക്ഷിക്കുക. എന്നാൽ നമുക്കത് കുറേ കൂടെ 1 മാസത്തിൽ കൂടുതലൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇതിലിപ്പോൾ ഞാൻ വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. അലോവേര എടുത്തിട്ട് ആ ലീവ്സ് എടുത്തിട്ട് അതിൻ്റെ ഗ്രീൻ കളർ സ്കിന്ന് റിമൂവ് ചെയ്തു, മിക്സിയിലിട്ട് അടിച്ചു. വെള്ളം ചേർത്തിട്ടില്ല, വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. എനിക്കിത് ഞാൻ ഒരൊറ്റ ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് കണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോക്കായിപ്പോയി. അത്രയും അമേസിങ് റിസൾട്ടാണ് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ അതിന് ശേഷമാണ് ഞാനിത് കണ്ടിന്യൂസ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് തന്നെ. അതുവരെയും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് പല പാക്സിൻ്റെ ഒപ്പം ട്രൈ ചെയ്തുള്ള എക്സ്പീരിയൻസ് അല്ലാതെ ഇത് മാത്രമായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അനുഭവം ഇല്ലായിരുന്നു. പക്ഷേ ആ ഒരൊറ്റ യൂസോട് കൂടിയാണ് ഇതിൻ്റെ ഇത്രയും വലിയ ഫാനായിട്ട് ഞാൻ മാറിയത്. അത്രമാത്രം റിസൾട്ട് തരുന്നതാണ്. എടുക്കുമ്പോൾ സൗകര്യത്തിനാണ് ഇങ്ങനെ 2 എണ്ണം എടുത്തത്. ഇത്ര എനിക്ക് ആവശ്യമില്ല, നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി വരുന്നതുണ്ടെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് ഓഫ് ഐസ് ക്യൂബ്സ് ആണോ വേണ്ടത്, അത് വലുതായിട്ട് വേണോ ചെറുതായിട്ട് വേണോ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഒഴിച്ച് വെക്കുക. അത്രയേ ഉള്ളൂ. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ഫ്രീസ് ആവും. പക്ഷേ ഞാനിതിങ്ങനെ ഒരു 2 ആഴ്ചയോളം വച്ചിരിക്കുന്നതുകൊണ്ട് എപ്പോഴും ഇതിങ്ങനെ ഐസ് ക്യൂബ്സ് ആയിട്ട് തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ നിങ്ങൾ വെയിലത്ത് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കയ്യിലും കാലിലും മുഖത്തും ഒക്കെ വെയിലേറ്റ് സൺ ടാൻ അടിച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സൺ ടാൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു അലോവേര ജെല്ലിൻ്റെ ക്യൂബ്സ് ഉണ്ടല്ലോ, ഐസ് ക്യൂബ്സ്, ഇത് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ചേർക്കണം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കാം. പൊട്ടറ്റോയിലെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് അതരച്ചിട്ട് നമുക്ക് ചേർക്കാം, അല്ലെങ്കിൽ തക്കാളിയുടെ നീര് നല്ലോണം അരിച്ചെടുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഈ ഒരു ജെല്ലിനൊപ്പം നന്നായിട്ട് ബ്ലെൻഡായി പോവുള്ളൂ. പക്ഷേ അലോവേര ജെല്ല് ഞാൻ അരിച്ചൊന്നും എടുത്തിട്ടില്ല. അത് മിക്സിയിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് 3rd സ്പീഡിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് നമ്മുടെ അലോവേര ഐസ് ക്യൂബ്സ് ഉണ്ടാക്കാനായിട്ട് ഐസ് ട്രേയിൽ ഒഴിച്ച് വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയ ചെറിയ തരികളും കട്ടകളും ഒക്കെ ഉണ്ടാവും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. കാര്യം ഇത് നമ്മൾ അരിച്ചെടുക്കാൻ പോയാൽ ജെല്ല് പോലെ ഇരിക്കുന്നതുകൊണ്ട് കുറേ പ്രോഡക്റ്റ് വെറുതെ വേസ്റ്റ് ആവും. അതങ്ങനെ നമുക്ക് കളയണ്ട. ഇത് അത്രയും ജമ്മായിട്ടുള്ള സംഭവമല്ലേ, വെറുതെ എന്തിനാണ് കളയുന്നത്? സോ നമുക്കത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെറിയ കട്ടകളെ ഉണ്ടാവുള്ളൂ. നന്നായിട്ട് അടിച്ചെടുത്താൽ 1 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. ഒരു 30 സെക്കൻഡ് 3rd സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിങ്ങനെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും, ജെല്ല് നന്നായിട്ട് കിട്ടും. അത് നമുക്ക് നമ്മുടെ ഐസ് ട്രേയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് യൂസ് ചെയ്യുമ്പോൾ അതുപോലെ എടുക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ടാക്കി ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ഇതുപോലെ ഫേസിലോട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. മുഖത്ത് മാത്രമല്ല, കയ്യിലും കാലിലും ഒക്കെ
ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫേസ് ഷേവ് ചെയ്യുന്നവരാണെങ്കിൽ ഫേസ് ഷേവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഫേസ് ഷേവ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ ഷേവിംഗ് ആയിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നന്നായിട്ട് സ്കിന്നിൽ ഗ്ലൈഡ് ആവും. പിന്നെ നിങ്ങൾ നോക്കുക, നിങ്ങൾ ആദ്യത്തെ തവണയൊക്കെ ആണെങ്കിൽ സൂക്ഷിച്ചൊക്കെ യൂസ് ചെയ്യണം. കാര്യം ഇത് നല്ല സ്ലിപ്പറിയാണ്. സോ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, നല്ല സ്ലിപ്പറി ആയതാണ് ഏറ്റവും നല്ലത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ കത്തി കൊണ്ടുള്ള കളിയാണല്ലോ, അതുകൊണ്ട് സൂക്ഷിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ആഫ്റ്റർ ഷേവിങ്ങിന് ഇത് ബെസ്റ്റാണ്. അതിപ്പം ബോയ്സിനും ഗേൾസിനും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പം എന്തെങ്കിലും ചെറിയ കട്ട്സോ അങ്ങനെ എന്തെങ്കിലും അബദ്ധവശാൽ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഇത് സഹായിക്കും. അതൊക്കെ മാറി പെട്ടെന്ന് ഹീലായി വരാനായിട്ട് സഹായിക്കും. നല്ല രീതിയിൽ വർക്ക് ആവുന്ന ഐറ്റമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ മുഖക്കുരു വരുന്നുണ്ട്, ടീനേജേഴ്സാണ് ആ ഒരു ടൈമിലുള്ള മുഖക്കുരു ആണെങ്കിൽ അത് മാറ്റാനും ഈ ഒരു പാക്ക് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു പാക്ക്, ഈ ഒരു ഐസ് ക്യൂബ് വെച്ച് നല്ലൊരു മസാജ് കൊടുക്കുക. മസാജ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം സാധാരണ ഒരു മോയ്സ്ചറൈസർ, എന്ത് മോയ്സ്ചറൈസറാണോ ഇടുന്നത് അത് വെച്ച് മോയ്സ്ചറൈസ് ചെയ്തിട്ട് കിടക്കാം. ഇനി നിങ്ങൾക്ക് വാഷ് ചെയ്യേണ്ടതാണെങ്കിൽ അതിന് മുകളിലായിട്ട് നമ്മുടെ അലോവേര ജെൽ ഇട്ടിരിക്കുന്നില്ലേ, അതിന് മുകളിലായിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ ഇട്ട് ലോക്ക് ചെയ്യുക. അല്ലാതെ അത് മാത്രമായിട്ട് അങ്ങനെ ഇടുന്നതിനേക്കാളും എനിക്ക് ഇങ്ങനെയാണ് റിസൾട്ട് കിട്ടിയത്. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എന്താണോ ഏറ്റവും നന്നായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യാം. നമ്മുടെ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് നമ്മുടെ റിസൾട്ടിലും കുറച്ച് വ്യത്യാസമൊക്കെ വരും. പക്ഷേ നിങ്ങളുടെ ഏതൊരു സ്കിൻ ടൈപ്പ് ആണെങ്കിലും, ഡ്രൈ സ്കിൻ ആണെങ്കിലും നോർമൽ സ്കിൻ ആണെങ്കിലും ഓയിലി സ്കിൻ ആണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് അലോവേര ജെല്ല് അലർജി അല്ല എന്ന് മാത്രം നിങ്ങൾ ഉറപ്പ് വരുത്തിയാൽ മതി. ചിലർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനും കറുത്ത പാടുകൾ, മുഖക്കുരു വന്നു പോയതിൻ്റെ പാടുകൾ, അല്ലെങ്കിൽ ചെറിയ കട്ടിയുള്ള മുഖക്കുരുണ്ടല്ലോ, പഴുത്തതല്ലാതെ ഭയങ്കര തിക്കായിട്ട് പോയിൻറ്റഡ് ആയിട്ടുള്ള മുഖക്കുരു, അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണ്. ചെറിയ ചെറിയ തരികൾ, ഏതെങ്കിലും കൈൻഡ് ഓഫ് റെഡ്നെസ്, റാഷസ്, ഇതെല്ലാം സൂത്തം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ള സംഭവമാണ് അലോവേര ജെല്ല്. സോ ഇത് നമ്മൾ മുഖത്തിലും സ്കിന്നിലും അപ്ലൈ ചെയ്യുന്നത് സ്കിന്നിനെ നല്ല രീതിയിൽ നറിഷ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇത് നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യണം. ഒരു ദിവസം യൂസ് ചെയ്തിട്ട് നിർത്തിക്കളയരുത്. കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആകുന്നതായിട്ടും, സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, വരണ്ടിട്ട് ഡള്ളായിട്ടുള്ള ഒരു ടെക്സ്ചർ ഉണ്ടെങ്കിൽ അത് മാറ്റി നല്ല ബ്രൈറ്റ് സ്കിൻ തരാനും ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞാനിവിടെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റ് പാക്ക് പോലെ ഇട്ട് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാക്കായിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്യാം. എന്ത് വേണോ അവ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ജെല്ലി ആയിട്ട് തോന്നും. കാര്യം നമ്മൾ ഓൾറെഡി അലോവേര ജെൽ ഇട്ടതാണല്ലോ. അതുകൊണ്ട് ഒരു 15 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ വെച്ചേക്കണ്ട. അതിനുശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. 15 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എഗെയിൻ ഒരു അലോവേര ജെല്ലാണ് ഞാൻ വീണ്ടും മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ സ്കിന്നിന് ഏത് മോയ്സ്ചറൈസറാണോ സ്യൂട്ടബിൾ ആകുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഞാനിപ്പോൾ സമ്മർ ആയതുകൊണ്ട് യൂസ് ചെയ്യുന്നത് അലോവേര ജെല്ല് തന്നെയാണ്. കാര്യം എൻ്റെ അത് ഓയിലി സ്കിൻ ആണല്ലോ. അപ്പോൾ ഈ ഒരു സമ്മർ ടൈമിൽ എനിക്ക് അത്രയും ഹൈഡ്രേഷൻ ആവശ്യമില്ല. ഒരു ചെറിയൊരു മോയ്സ്ചറൈസേഷൻ മതി എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എനിക്കിത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണെന്ന് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ കെയർ കൊടുക്കുക. സ്കിന്നിനെ നമ്മൾ എത്രമാത്രം ഹൈഡ്രേറ്റഡ് ആയിട്ട് മോയ്സ്ചറൈസിങ് ആയിട്ട് വെക്കുന്നോ അത്രമാത്രം അത് യങ് ലുക്കിംഗ് ആയിട്ട് ഗ്ലോയിങ് ആയിട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്ത് നീറ്റാക്കി, ഇപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു ഡൾനെസ് ഫീൽ ആകും. അത് സാരമില്ല. ഒരു ടയേർഡ് ഡേ ഒക്കെ ആണെങ്കിൽ അത് സാരമില്ല. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും റിപ്പയർ ചെയ്ത് കൊണ്ടുവരിക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ലൈഫ് സ്കെഡ്യൂൾ തന്നെ ഭയങ്കര ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടൈം കണ്ടെത്തണം, നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട്, ഹെൽത്തിന് വേണ്ടിയിട്ട് എല്ലാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരാം. സ്പെഷ്യലി ഒരു സ്കിൻ കൺസേണിന് വേണ്ടിയിട്ട് ചോദിക്കേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞ ടിപ്പിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. അപ്പോൾ അലോവേര ലീവ്സ് റിയൽ പ്ലാന്റ് കിട്ടും എന്നുള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബാക്കി ചാനലിലുള്ള വീഡിയോസും കണ്ടു നോക്കുക. ടാറ്റാ.